ഈ കാലഘട്ടത്തിനനുസരിച്ച് സിദ്ധാന്തങ്ങൾ മാറും. പക്ഷെ ഇത് മനുഷ്യൻ ഈ പ്രപഞ്ചവും മനുഷ്യനും ഉണ്ടായ കാലം വഴക്കുള്ള ആ പ്രപഞ്ചത്തിലെ നിയന്ത്രിക്കുന്ന ഒരു നിയാമക ശക്തി ഉണ്ടല്ലോ. ഈ പ്രപഞ്ചം നമ്മളെ എങ്ങനെയാണ് ഈ ഭൂമി സൂര്യനെ ചുറ്റുന്ന ഇതെല്ലാം ഗാലക്സികളും ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നു, ഈ രീതി ആരാ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഇതിനെ അങ്ങനെയൊക്കെ നടത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഈ ശക്തി അന്നേരം ഈ ശക്തി ഇതിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയുന്നുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ഈ ഭൗതികത്തിൽ എങ്ങനെ നോക്കിയാലും ഈ അറിവ് കിട്ടത്തില്ല. എത്ര ബുദ്ധിമാനായാലും ഈ അറിവ് കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്കൊരു ലിമിറ്റ്, അതിനപ്പുറം ഒക്കത്തില്ലെന്നുള്ളതാണ്. പക്ഷെ ഈ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തി എന്നിലുണ്ടെന്നുള്ളത് എനിക്ക് തിരിച്ചറിയണം. കാരണം ഇത് എപ്പോഴാണ് തിരിച്ചറിവ് വരുന്നത്? ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് ഒരു വിശ്വാസമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ധാരണയിലിരിക്കുന്ന എങ്ങനെയാ? ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥങ്ങളുടെ അറിവില്ലാത്ത ഒരാളോട് ആരാണ് ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ഞാനാണ് ശരീരമുണ്ടെങ്കിൽ എനിക്ക് മനസ്സും. ഇതിൽ കൂടുതൽ എനിക്ക് എത്ര പഠിച്ചാലും, ഭൗതികമായി ഏതൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും എന്നെ തിരിച്ചറിയാൻ എനിക്ക് സാധ്യമല്ല. ആദ്യം എന്നെ തിരിച്ചറിയുക, പിന്നല്ലേ ഈശ്വരനെ അറിയേണ്ടത്. ഞാൻ ആരാണെന്ന് പോലും അറിയാതാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ, ഇതറിയുന്നില്ല. മനുഷ്യജന്മം എടുക്കാനുള്ള കാരണം എന്താ, ഈ മനുഷ്യജന്മത്തിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ മനുഷ്യനായിട്ട് ജന്മം എടുത്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു അറിവുമില്ല. ഇത് വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവാണോ? ഈ എഴുതി വെച്ചേക്കുന്നതെല്ലാം നേരത്തെ നമ്മുടെ ഋഷിമാർ അനുഭവിച്ച അനുഭവങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. അല്ലാതെ ആരും ഇവിടെ ഈ ഉപനിഷത്ത് ഓരോരുത്തരുടെയും തിയറി അല്ലത്. ഒരാളും നിർമ്മിതമല്ല. ഈ പ്രിൻസിപ്പിളൊക്കെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സത്യമാണ്. അല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാക്കിയതല്ലത്. ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യങ്ങളെ മനസ്സിന്റെ തലത്തിൽ ഇപ്പൊ അറിയാമല്ലോ. ഈ ഇന്നത്തെ കാണുന്ന ടെക്നോളജിയും എന്തെല്ലാം അഡ്വാൻസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇല്ലയോ? ഇന്നത്തെ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഒരു 50 വർഷം മുമ്പുള്ള ലോകമാണോ ഇന്ന് കാണുന്നേ? അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള ഡെവലപ്മെന്റ് ആണോ ഇപ്പൊ കാണുന്നേ? അഡ്വാൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം കാരണം ആരാ? ഈ അഡ്വാൻസ്മെന്റ്, ഈ ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ് ആയിട്ട് പോകുന്നതിന്റെ കാരണം ആരാ? ഒരു മൈൻഡ് അല്ലേ? ഒരു കളക്റ്റീവ്നെസ് ഇല്ലയോ? മൈൻഡിന്റെ ഒരു കളക്റ്റീവ്നെസ് അല്ലയോ ടെക്നോളജി എല്ലാം കണ്ടുപിടിക്കുന്നേ ഇല്ലയോ? ഈ ടെക്നോളജി അല്ലേ ഇത്രത്തോളം നമ്മൾ ഈ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടോ, ആ പുരോഗമനം എല്ലാം എവിടുന്ന് വന്നു? മനുഷ്യരുടെ മനസ്സിൽ നിന്ന് വന്നതാ, ബുദ്ധിയിൽ നിന്ന് വന്നതാ, അല്ലാതെ വേറെ ഒന്നും പൊട്ടിമുളച്ചതല്ല. അപ്പൊ ഈ മനസ്സിനെയും ഈ ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നതാരാ? ഇത്രയും വലിയ അഡ്വാൻസ്മെന്റ് ഉള്ള ഈ ബുദ്ധിയെയും ഈ മനസ്സിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പം അതിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ല. ഇല്ല, ചോക്കുമലയിൽ ഇരിക്കുമെന്ന് തന്നെ ഒരു ചോക്ക് കഷ്ണം തേടി പോകുന്ന പോലെ നമ്മൾ ഈശ്വരനെ തേടി പോവുക. അതുപോലെ നമ്മൾ ആരാണെന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല. അപ്പം ഈ അറിവിനെയൊക്കെ നമ്മൾ ഈ ശാസ്ത്രങ്ങളിലൂടെ അറിഞ്ഞിട്ട് ഞാൻ ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഈ കർമ്മഫലത്തിനെ മാറ്റാൻ, കർമ്മഫലമാണ് എന്നെ ഈശ്വരിൽ നിന്ന് മറയ്ക്കുന്നത്. ഈ കർമ്മഫലത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഞാൻ പല സാധനാ മാർഗങ്ങൾ, അതാണ് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴി ഇത് ഒരു ചടങ്ങായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. ഞാൻ ചുമ്മാ ഇതെല്ലാം കാണുന്നവർക്ക് ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ ചെയ്തു കൂട്ടുന്ന ചില കടമകളല്ല ഈ സാധനകൾ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിന്റെ ഭാവം, യദ്ഭാവ തദ്ഭവതി. ഞാൻ എങ്ങനെ ഭാവം ചെയ്യുന്നു, എൻ്റെ മനസ്സിന്റെ ഭാവം, ഞാൻ അതായിത്തീരും. നമ്മൾ ഇതെല്ലാം ചെല്ലുമ്പോഴോ ഞാനൊരു പരിമിതനായ വ്യക്തിയാണിതോ ഇതൊക്കെ ചൊല്ലുക, ആർക്കറിയാം? നമ്മൾ ഈ ഒരു ഇതിലാണെങ്കിൽ എങ്ങനെ ഞാനിതാവും? അപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ കൃഷ്ണൻ പറയുന്നതല്ലത്, കൃഷ്ണന്റെ തിയറി അല്ലത്. ഇവിടെ ഈ പ്രപഞ്ചം ഹ്യൂമൻ ഉണ്ടായ പ്രിൻസിപ്പിളാണിത്. അത് ആരും ഉണ്ടാക്കിയതല്ല, മനുഷ്യനിർമ്മിതമല്ലിത്. ഇവിടെ ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്ന ഒരു നിയാമക ശക്തിയുടെ ഈ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയവർ എഴുതി വെച്ചേക്കുന്നതാ. അപ്പം നമ്മൾ
ഒരു ഋഷിമാരും വേറെ ഋഷിയെ അനുകരിച്ചിട്ടില്ല. ആ ഒരു പൂർവികരായിട്ടുള്ള ഈ പണ്ഡിതവര്യന്മാരും ചില ഈ ആത്മസാക്ഷാരം കിട്ടിയവര് എല്ലാവരും ഓരോരുത്തരും അവരവരുടെ വഴി കൂടാണ് ആത്മസാക്ഷാരം കിട്ടിയിരിക്കുന്നത്. ഒരു വ്യക്തി, ഒരു യോഗി, ഒരു മുനി ജീവിച്ചതുപോലെ രീതിയിലല്ല വേറൊരാൾ ജീവിച്ചിട്ടുള്ളത്. രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതശൈലി ഒന്നായിരുന്നു, വിവേകാനന്ദന്റെ ജീവിതശൈലി ഒന്നായിരുന്നു, രമണ മഹർഷിയുടെ വേറെ ജീവിതശൈലി. എല്ലാവരും ആത്മസാക്ഷാത്കാരം കിട്ടിയവരാ. പക്ഷേ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് ഉയരുന്നത്. അല്ലാതെ വേറൊരാൾ ചെയ്യുന്ന പോലെ ഞാൻ കാണിച്ച എനിക്ക് അങ്ങനെ ഉയർച്ച വരുത്തില്ല. അവരവരുടെ സ്വധർമ്മത്തിൽ കൂടെ നീങ്ങണം. എൻ്റെ സ്വഭാവം, എൻ്റെ സംസ്കാരം, എൻ്റെ വാസന, ആ വാസനയിൽ കൂടെ എനിക്ക് മുന്നേറണം. അല്ലാതെ വേറൊരാൾ കാണിക്കുന്ന പോലെ ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ പലരെ ഇമിറ്റേറ്റ് ചെയ്യും. അതിനെ കൂടെ എനിക്കിത് നേടാൻ ഈ ഒരു സ്വസ്ഥത, ഈ ഈശ്വര സാക്ഷാത്കാരം പറഞ്ഞാൽ എന്തുവാ? മൈൻഡ് പിന്നെ അസ്വസ്ഥമാവത്തില്ല. ആ ശാന്തത, ആ സ്റ്റിൽനെസ്, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ എല്ലാവരും ഈ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ഈ എല്ലാവരും ഈ പാടുപെട്ട് ഈ ജീവിതം കൊണ്ടു നടക്കുന്ന എന്തിനു വേണ്ടിയാ? സുഖവും സമാധാനത്തിനുമാണ്. പക്ഷേ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് സുഖത്തിലും സമാധാനത്തിലും ഈ ഭൗതിക ജീവിതം പോകുന്നുണ്ടോ? ദുരിതത്തിലോട്ട് നീങ്ങി. ഇതിന്റെ കാരണം എന്താ? നമ്മൾ റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ ഈ ഞാൻ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും, അപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും ഒരു ശക്തിയുണ്ട്. എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. അപൂർവം ആൾക്കാരേ ഉള്ളൂ നിരീശ്വരവാദികളായിട്ട്. ഈ നിരീശ്വരവാദികൾ പോലും ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതെല്ലാവരും ഒരു ശക്തിയുണ്ട്. ഇവിടെ ഇതിങ്ങനെ നടന്നു പോകുന്നു. അപ്പം ഇതെല്ലാം ഈ ഈശ്വരൻ നടക്കുന്നു എന്നുള്ള ഒരു പോകുമ്പോഴേ ഇതിനെ ഞാൻ അറിവിൽ കൂടെ, എനിക്ക് ഈ ഗീതയോ അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുമ്പോൾ അറിവ് വരുന്നു. ഈ അറിവ് ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന പ്രകാരം ഞാൻ സാധനകൾ ചെയ്യുന്നു. ഈ സാധന ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു തണുപ്പ് കാലത്ത് തീക്കുണ്ടം ഉണ്ടാക്കി തീ കായുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ആ തീക്കുണ്ടത്തിന് അടുത്തോട്ട് വരുമ്പോഴേ ആ തീക്കുണ്ടത്തിന്റെ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ ഞാൻ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം എന്ന് പറയാൻ എന്തുവാ? ശാസ്ത്രം എന്ന് പറയാൻ എന്തുകൊണ്ട്? കാരണം ശാസ്ത്രം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, ഈ സയൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് എക്സ്പെരിമെന്റലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാ. ഇത് ശാസ്ത്രം എന്ന് പറയാൻ കാരണം എന്താ? ഇത് എന്തിന്റെ ശാസ്ത്രമാ? മറ്റേതെല്ലാം ഭൗതികമായിട്ടുള്ള ശാസ്ത്രങ്ങളാണ്, എക്സ്പെരിമെന്റിൽ കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഈ ശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ്. എൻ്റെ അനുഭവത്തിൽ കൂടെ അനുഭവിക്കാം. എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് അത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അനുഭവത്തിൽ വരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്. അത് പുരാണങ്ങൾ വേറെ, ശാസ്ത്രം വേറെ. ഈ പുരാണങ്ങൾ പറഞ്ഞ കഥകളാണ്, ഇമാജിനേറ്റീവ് പൊടുപ്പും തങ്ങലുകളും വെച്ച കഥകളാണത്. ഇത് പുരാണമല്ല, ഇത് ശാസ്ത്രമാണ്. ഗീതാ ശാസ്ത്രം പറയുന്നു, ഭാഗവത ശാസ്ത്രം പറയുന്നു. ഭാഗവതം പുരാണമാണെങ്കിലും നമ്മൾ പുരാണമായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിലും അതും ശാസ്ത്രമാണ്. കഥകളിൽ കൂടെ തത്വങ്ങളെ പറഞ്ഞു തരുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള തത്വങ്ങൾ. ഈ തത്വങ്ങളെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഈ നമ്മൾ മനസ്സും ശരീരവും ഇത് രണ്ടുമാണ് നമുക്ക് ഇതിന്റെ പുറകില് വേറെ നമുക്ക് അറിയാമായിരുന്നു. ഈ ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടല്ലേ ഈ അറിവ് കിട്ടിയത്. ഞാനൊരു ശരീരമാണെന്നും എനിക്കൊരു മനസ്സുണ്ടെന്നും എനിക്ക് തോന്നും. ഈ ശരീരത്തിലാണ് എൻ്റെ മനസ്സിരിക്കുന്നതെന്നാണ് നമുക്ക് ധാരണ. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോഴാണ് രൂപമില്ലാത്ത മനസ്സിലാണ് രൂപമുള്ള ശരീരം നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുന്നു. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പെരിഫറലായിട്ട് അങ്ങ് പോവുക. പിന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇന്നാരും മരിച്ചു പോയി എന്ന് പറയുന്നു. ആ ശരീരം ഇവിടെ കിടപ്പൊന്നുണ്ട്, പക്ഷെ ആള് പോയി. അപ്പൊ ഈ ശരീരം ആ ആളല്ലായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ കൺവിക്ഷൻ വരുന്നുണ്ട്. ഈ പറയുമ്പോഴെല്ലാം ഇത് നമുക്ക് അല്ലാതെ ചുമ്മാ ആരും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. കൃഷ്ണൻ പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ വേറൊരു ഒരു ഗുരു പറഞ്ഞതുകൊണ്ട് ഞാനും കൂടെ ചിന്തിക്കുമ്പോൾ എനിക്കും അത് സത്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അതിലാണ് നമ്മൾ മുന്നേറുന്നത്. അല്ലാതെ ഇതൊരു സിദ്ധാന്തമായിട്ട് ഞാൻ സിദ്ധാന്തം കാണാതെ പിടിച്ച് ഈ സിദ്ധാന്തം അല്ല, ഇത് ശാസ്ത്രമാണ്. എനിക്കും അനുഭവത്തിൽ കിട്ടും. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിനെ എൻ്റെ ഭാവത്തിൽ, ആ മനോഭാവത്തിൽ, ആ മനസ്സിന്റെ അത് പറയും ഒരു ചടങ്ങ് പോലെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഈ മനോഭാവം നമ്മളിൽ ഞാൻ ഈശ്വരനാണെന്നുള്ളത് അതൊരു സത്യമാണ്. സത്യം നമ്മൾ ഈ സത്യത്തിനെ എന്ത് പറയുന്നത്? സത്യം നമ്മൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ഭൗതികമായിട്ട് ഉപയോഗിക്കുകയാണ്. സത്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന് മാത്രം
ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ഈ ഒരു ചൈതന്യത്തിൽ മാത്രം, അത് മാത്രമേ ഉള്ളൂ മാറാത്തത്. ബാക്കി എല്ലാം ഈ പ്രപഞ്ചത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമുള്ളതാണ് എല്ലാം. എല്ലാം അസത്യമാണ് ഇവിടെ. അസത്യം എന്ന് വെച്ചാൽ ഇല്ലാത്തതെന്നല്ല, മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, മാറിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ നിൽക്കത്തില്ല. ഈ ചൈതന്യം മാത്രം, ഈ നിലനിർത്തുന്ന ചൈതന്യം മാത്രമാണ് ഒരു കാലത്തും ദേശകാല പരിമിതികളില്ലാതെ, ദേശകാലം എന്ന് വെച്ചാൽ ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗത്തിലും വ്യാപിച്ചു കിടക്കുന്നു. അതിനൊരു ബ്രേക്ക് ഇല്ല, അതിന് സമയപരിധിയില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നു. അതാണ് അതിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. അത് തന്നെ ഇന്നലെയും ഇന്നും നാളെയും ഏത് ഇൻഫിനിറ്റിലും അത് അങ്ങനെയും നിൽക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ മാറ്റമുള്ളതാ. ഇന്ന് കാണുന്നതല്ല നാളെ. നമ്മുടെ ശരീരങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം മാറ്റമുള്ളതാ, ജഡവാ, സ്വയം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം മാറ്റമുള്ളത്. അതാണ് അസത്യം. ഇപ്പൊ സത്യമായിട്ടുള്ളത് എന്താണ്? ഈ എന്നെ നിലനിർത്തുന്ന ഒരു ഈശ്വര ചൈതന്യം, ഒരു കോൺഷ്യസ് പവറാണ്. ഈ യൂണിവേഴ്സിൽ 2 പവറേ ഉള്ളൂ. ദാറ്റ് ഈസ്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന 2 പവറേ ഉള്ളൂ, ശക്തികൾ. ഒന്ന് കോൺഷ്യസ് പവറും രണ്ടാമത് കോസ്മിക് പവറും. ഈ കോൺഷ്യസ് പവറിൽ നിന്നാണ് കോസ്മിക് പവർ ഉണ്ടായിരിക്കുന്നത്. E is equal to, ഞാൻ നേരത്തെ പറഞ്ഞു, ഐൻസ്റ്റീന്റെ ഇക്വേഷൻ, E is equal to mc². That is, E is directly proportional to mass. എനർജി പരമാത്മ ചൈതന്യമാണ്, എനർജിയാണ്. അത് മാസ് ആവുന്നു. ഈ മാസ് തന്നെയാണ് എനർജി ആവുന്നത്. ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. രണ്ടും ഇവിടെ നിലനിൽക്കുന്നു. എനർജിയും പരമാത്മ ചൈതന്യവും പ്രപഞ്ചവും ഇക്വിലിബ്രിയത്തിലാണ്. ആ പ്രപഞ്ചത്തില് ഇതിന് രണ്ടും കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത് ഈ കോൺഷ്യസ് പവറാണ്. അതിൽ നിന്നാണ് സൂര്യനോ ഈ പ്രപഞ്ചം, ഗാലക്സികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ കോൺഷ്യസ് പവറാണ് ഇതിന്റെ എല്ലാം ബേസിസ്. കോൺഷ്യസ് പവർ എന്ന് പറഞ്ഞാൽ എന്തോ, അതിന് ചൈതന്യമുണ്ട്. അതിന് മറ്റേ കോസ്മിക് പവറിന് ചിന്തിക്കാനുള്ള ശക്തിയില്ല. അത് വെറും പവറാണ്. ഇതങ്ങനല്ല, ചൈതന്യവത്താണ്, ലൈവിലിയാണ്. ഈ കോൺഷ്യസ് പവറിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ പവറിൽ തന്നെയാണ് ഓരോരുത്തരും. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറാണ് ഓരോരുത്തരുടെയും ശരീരം, ഓരോരുത്തരുടെയും. ഇപ്പൊ ഞാനൊരു സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റം ഈ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചറാണ്. അത് ഇതിനകത്ത് പറയും വ്യഷ്ടിയും സമഷ്ടിയും. വ്യഷ്ടി എന്നിൽ ഉള്ളത് ഇത് തന്നെയാണ് ഈ സമഷ്ടിയിൽ കാണുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. എന്നിട്ട് നമ്മള് എനിക്കിതൊന്നും, ഞാൻ വളരെ ലിമിറ്റ്, എനിക്കൊന്നും ഒക്കത്തില്ല, ഇതൊന്നുമല്ല, ഞാൻ വളരെ ലിമിറ്റഡ്, ഞാൻ വളരെ വളരെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇതൊക്കെ. അതിനെ അങ്ങനെ ആക്കുന്നത് നമ്മുടെ വാസനയാണ്. ആ വാസന നമ്മുടെ കർമ്മഫലം. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യത്തെ കുറിച്ചുള്ള അനുഭവം. ആ അനുഭവം ഇല്ലെങ്കിലോ? ജ്ഞാനം ഇല്ലെങ്കിൽ അജ്ഞാനം. അതുപോലെ ഇതിനെ വിദ്യ എന്ന് പറയുന്നു. ഈ വിദ്യ ഏതാ? നമ്മളിവിടെ വിദ്യ അഭ്യസിക്കുന്നു പറയും, വിദ്യാഭ്യാസം. ശരിക്കും വിദ്യ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിന്, പരമാത്മ ചൈതന്യത്തിനെ കുറിച്ചുള്ള അനുഭവമാണ് ജ്ഞാനം. അല്ല, അതിനെ ആ അനുഭവത്തിലോട്ട് പോയി അതുമായിട്ട് ലയിക്കുന്നതാണ് വിദ്യ. ആത്മസാക്ഷാത്കാരം കിട്ടുന്നതാണ് വിദ്യ. ബാക്കിയെല്ലാം അവിദ്യയാണ്, വിദ്യ അല്ല. ആത്മവിദ്യ, ആത്മവിദ്യയാണ് വിദ്യ. പക്ഷെ നമ്മൾ ഈ വിദ്യ എടുത്ത് വിദ്യാഭ്യാസം വേറെ പലതിനും ഉപയോഗിക്കുന്നു. പക്ഷെ ശരിക്കും വിദ്യ എന്ന് പറയുന്നത് ആത്മാവിനെ, ഈശ്വരനെ അറിയുന്ന ആ പ്രോസസ്സിനെയാണ് ആത്മവിദ്യ. ആ ആത്മവിദ്യയിൽ കൂടെ എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നു. ഈ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതാണ് ഞാൻ എൻ്റെ അതിലോട്ട് പോകുന്നതിൻ്റെ പ്രോസസ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ആദ്യം അറിവ് ഗ്യാദർ ചെയ്യുക, ഗ്രഹിക്കുക. ഈ അറിവിനെ ഞാൻ അനുഭവമാക്കണം. എനിക്ക് മധുരം എങ്ങനെ ഞാൻ മധുരം അനുഭവിക്കും? എനിക്ക് ഏതെങ്കിലും ലിറ്ററേച്ചറിൽ കൂടെ, ഏതെങ്കിലും എഴുത്തിൽ കൂടെ എനിക്ക് മധുരത്തിനെ തിരിച്ചറിയാൻ പറ്റുമോ? ഞാനത് രുചിച്ച് നോക്കുമ്പോഴേ എനിക്ക് മധുരത്തിനെ അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈശ്വരനെ അറിയണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കണം. വേറെ ആർക്കും ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളും ഗുരു എല്ലാം നമുക്ക് ഇൻഡിക്കേഷനെ തരാൻ പറ്റത്തുള്ളൂ. ബാക്കി ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലും ഇതിനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തന്നെ ശ്രമിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഒരു വിദ്യ. അതുകൊണ്ടാണ് ഇതിനെ ആത്മവിദ്യ എന്ന് പറയുന്നത്.
അല്ല ഗുരുവിദ്യ അല്ല, ഗുരു തന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല, ആത്മവിദ്യ. ഞാൻ തന്നെ ഇതിനകത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്നിലുള്ള ആത്മാവിനെ കൊണ്ട് ഉദ്ധരേത് ആത്മാനം ആത്മാനം അവസാദേ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഞാൻ എങ്ങനെ എന്നെ ഉദ്ധരിക്കേണ്ടത്? ആത്മാവിനെ കൊണ്ട് ഉദ്ധരിക്കണം. ഇവിടെ രണ്ട് ആത്മാക്കൾ പറയുന്നുണ്ട്. ഒന്ന് എൻ്റെ വികാര മനസ്സാണ്. ആ വികാര മനസ്സാണ് എന്നെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നത്. ഈ വികാര മനസ്സിനെ ഞാൻ ഉദ്ധരിക്കണം, റിഫൈൻ ചെയ്യണം. ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ എന്തുവാ? റിഫൈൻ ചെയ്യുക. ആ എൻ്റെ വികാര മനസ്സിനെ, ആ വികാര മനസ്സ് എവിടെ നിന്ന് വരുന്നു? എൻ്റെ വാസനയിൽ നിന്ന്. എന്നിലൊരു ചൈതന്യമുണ്ട്, അതിൽ നിന്ന് വിവേകം വരുന്നുണ്ട്. അപ്പൊ ഈ വിവേക മനസ്സുകൊണ്ട്, എനിക്കൊരു വിവേക മനസ്സുകൊണ്ട് വികാര മനസ്സുകൊണ്ട്, ഈ വിവേക മനസ്സുകൊണ്ട് വികാര മനസ്സിനെ ഞാൻ റിഫൈൻ ചെയ്യണം. അതിനുള്ള പ്രോസസ്സ് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഏത് കർമ്മത്തിലും ഞാനൊരു ഈശ്വരന്റെ പാർട്ടാണെന്നുള്ള സത്യം എപ്പോഴും നിരന്തര ചിന്തനത്തിൽ കൂടെ അത് ഉറയ്ക്കത്തുള്ളൂ. ആ നിരന്തര ചിന്തനത്തിൽ കൂടെ ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈഗോയുടെ, ദാറ്റ് ഈസ് വികാരത്തിന് അടിമപ്പെടാതെ ഞാൻ വിവേകത്തിൽ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് വികാരത്തിന്റെ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടുകയാണ്. അപ്പൊ ഇത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതിപ്പോ നമ്മുടെ ഒരു ഈഗോ ഉണ്ട്, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു, ഇത്രയൊക്കെ അറിവ്, ഞാനിപ്പോ അങ്ങനെ ആസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സിദ്ധനായി പോയെന്നൊരു തോന്നൽ വരും. അപ്പൊ പെട്ടെന്ന് അതിന് പറഞ്ഞേ, ഈ ഒരു ശരിക്കുള്ള ആ റിയൽ സ്റ്റേറ്റിനെ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈഗോ നമ്മളെ എക്സൈറ്റ്മെന്റ് ആക്കും. നമ്മളെല്ലാം അറ്റൈൻ ചെയ്തു, എനിക്കിപ്പം ഞാൻ വളരെ സമചിത്തനാണ് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനാണ് രീതിയിലുള്ള ഒരു കാര്യം നടന്നിട്ട് ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. ഇതിൽ വൺസ് ഫിക്സ് ആകാത്തോടത്തോളം, ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം പൂർണ്ണമായി ലഭിക്കാത്തടത്തോളം കാലം നമ്മൾ ഇതാകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ ഭയങ്കര ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഒരു നൈഫിന്റെ മേളിൽ കൂടെ എങ്ങനെ നടന്നാൽ എങ്ങനെ ഇരിക്കും, അത്രയ്ക്ക് ജാഗ്രത വേണം. അല്ലാതെ നമ്മൾ ഗീത പഠിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, നോക്കാം, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാം ജസ്റ്റിഫിക്കേഷൻസ് ഇങ്ങനെ, നമ്മളെ ഇതിനെ മറ്റുള്ളതിന്റെ കൂട്ടം, എനിക്ക് സ്വസ്ഥത വേണോ, എൻ്റെ ജീവിതം ഉയരണോ, അതേ നമ്മളെല്ലാവരും ആ ഒരു ചിന്തയില്ല. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും പറയും നമുക്ക് സുഖം വേണം, സ്വസ്ഥത വേണമെന്നൊക്കെ, പക്ഷെ ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്. ഇഷ്ടത്തിൻ്റെ പുറകെ പോയാൽ എനിക്ക് കഷ്ടം ഉണ്ടാവും. നമ്മളെല്ലാം ഇഷ്ടം അനുസരിച്ച് പോവുകയാണ്. ഞാൻ ദുരിതത്തിന് ബാധിതരാ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇടയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ ചിന്മുദ്ര കണ്ടിട്ടുണ്ടല്ലോ? ചിന്മുദ്ര, അയ്യപ്പൻ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുള്ളൂ, ചിന്മുദ്ര എന്ന് കണ്ടിട്ടുണ്ടല്ലോ? ഈ ചിന്മുദ്രയുടെ ഒരു ഇതറിയാൻ ആർക്കെങ്കിലും ഒന്ന് പറയാവോ? അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്? കേട്ടിട്ടുണ്ടോ? ചിന്മുദ്ര എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അല്ലയോ? അതിന്റെ ഒരു എന്തുവാ അതിനെ പ്രതിദാനം ചെയ്യുന്നേ? ബുദ്ധി, ആ, ചിത്തം, അഹങ്കാരം, നമ്മുടെ ഈ 5 വിരല്, ഈ ചെറിയ നമ്മുടെ അന്ധകരണമാണ് ഈ 4 വിരല്. ഈ ചെറിയ കുഞ്ഞു വിരല് മനസ്സ്, ഈ മോതിരവിരൽ ചിത്തം, ഈ പെരുവിരല് ബുദ്ധി, ഇത് അഹങ്കാരം. ഇതാണ് ഈ 4 വിരല്. ഈ മനസ്സ് എവിടുന്ന് വന്നതാണ്? ഈ നമ്മൾ അന്ധകരണം വെച്ചാൽ നമ്മൾ മനസ്സെന്ന് പറയുന്നു. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഈ മനസ്സ് എവിടുന്ന് വന്നിരിക്കുന്നു? അതിന്റെ ഒറിജിൻ ഏതാണ്? വാസനയാണ്. പക്ഷെ ആ വാസന എവിടുന്ന് വന്നു? എന്റെ മനസ്സിന്റെ ഒറിജിൻ എവിടാ? ചൈതന്യമല്ലേ? ചൈതന്യം. ഈ തള്ളവിരല് ചൈതന്യം. സോ ഈ കുഞ്ഞുവിരൽ മനസ്സ്, ഇത് മോതിരവിരല് ചിത്തം, ഇത് ബുദ്ധി, ഈ ചൂണ്ടുവിരല് അഹങ്കാരം, ഇത് ചൈതന്യം, തള്ളവിരല്. ഇതിലാണ് ഈ 4 നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തിലൊന്നും നമ്മൾ പറയുന്നത് മനസ്സ് എപ്പോഴും സംശയമാണ്. മനസ്സിന് നമ്മളൊരു സംശയം വരുമ്പോഴേ നമ്മൾ ഇങ്ങനെയല്ലേ പറയുന്നേ, നിൽക്കേ, ഞാൻ പറയാവേ, ഒരു നിമിഷം, ഒരു മിനിറ്റ് നിൽക്കണേ. നമ്മൾ ഈ കുഞ്ഞുവിരലാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ മലയാളിയുടെ ഒരു ഇതാണ്, ഇങ്ങനെ പറയും, ഒന്ന് നിൽക്കണേ, ഒരു സംശയമുണ്ട്, ഇങ്ങനെ കാണിക്കും, കുഞ്ഞുവിരൽ കാണിക്കും, ഇല്ലയോ? ഈ മോതിര, ഈ കല്യാണം, ഈ മോതിര വിരലിന് ഈ വിരലിലാക്കുന്നേ,
ഇത് എൻ്റെ ചിത്തത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു നമ്മുടെ പാർട്ട്ണർ ഒരു കാലത്തും നമ്മുടെ ആ ഒരു ഇതാണ്, ഡെയിലി മാറുന്ന ഒന്നല്ലല്ലോ. സമയമായോ? 9:30 ആയുള്ളൂ. അപ്പം അതാണ് മോതിരമുള്ളത്, ചിത്തം റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ബുദ്ധിയാണ്. ഈ വിരലിന് വലിയ പ്രയോജനമില്ല. ഇത് വിവേചിച്ചാൽ വിവേക ബുദ്ധി. ഇതിന് വലിയ പ്രയോജനമില്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ വിരലിന് വലിയ പ്രയോജനമൊന്നുമില്ല. വിരലായിട്ടുണ്ടെങ്കിലും നമ്മൾ ബുദ്ധിയെ ശരിക്കും വിവേക ബുദ്ധിയെ യൂസ് ചെയ്യില്ലെന്നർത്ഥം. ഇതോ ഈ ചൂണ്ടുവിരല് അഹങ്കാരമാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ചൂണ്ടുവിരൽ പറഞ്ഞാൽ അത് എൻ്റെ അഹങ്കാരത്തിനെയാണ് മനുഷ്യൻ ഈ ചൂണ്ടുവിരൽ. സോ ഈഗോ. അപ്പം ഈ ചിന്മുദ്ര എന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരല് ഈ ചൈതന്യമായിട്ട് കണക്ട് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ എങ്ങനെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാ? എൻ്റെ മനസ്സും ശരീരവും ചേർന്നുകൊണ്ടാ. ഈ മനസ്സ് ആണല്ലോ ശരീരത്തെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. ഈ മനസ്സിന്റെ 4 ഭാവങ്ങളാണ്. ഈ ഈഗോയെ, അഹംഭാവത്തിനെ ഈശ്വരാർപ്പണം, ഈശ്വരനിൽ അർപ്പണം ചെയ്തിട്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അതാണ് ചിന്മുദ്രയുടെ അർത്ഥം. സോ എൻ്റെ ഈഗോ, അഹംഭാവത്തിന്, അത് നമ്മളെല്ലാം ഈ ഞാനല്ല, എൻ്റെ ബുദ്ധിയല്ല, ഈ ശരീരമാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ കഴിവാണ്, ഇതൊക്കെ ഞാനെന്ന ഭാവമാണ്. ഇതിനെ എല്ലാം ഈശ്വരനിലാണ് നടക്കുന്നത്. ഈ ഇരിക്കുന്ന അപ്പം നമ്മൾ അതാ ഈശ്വരാർപ്പണമായി ചെയ്യുക. അതാണ് ഈ ചിന്മുദ്രയുടെ ഇത്. പലരും വേറെയും പറയുന്നുണ്ട്. ഇത് ജീവാത്മാവും പരമാത്മാവും, ഇത് 3 സത്യ രജ തമോ ഗുണങ്ങൾ 3. അതിനെക്കാട്ടി ഏറ്റവും അർത്ഥവത്തായത് ഇത് തന്നെയാണ്. നമ്മുടെ കർമ്മം ചെയ്യേണ്ട പ്രിൻസിപ്പിളാണ് ഈ പറഞ്ഞു തരുന്നത്. ഈഗോ ആണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഈ ഈഗോയെ സമർപ്പണം ചെയ്യണം ഈശ്വരനിൽ. ഈശ്വരനാണ് എന്നെ നിലനിർത്തുന്നത്. ഈഗോയ്ക്ക് അവിടെ നിലനിൽപ്പില്ല. ഈഗോ അല്ല അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഈ ഈശ്വരനിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അതാണ് കർമ്മയോഗം. അപ്പോൾ ഈ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഹഠയോഗവും എല്ലാം ഈ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച്, ഓരോരുത്തരുടെ വാസന അനുസരിച്ച് എല്ലാവർക്കും ഒരേ പാത പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ നേച്ചർ ഓരോ രീതിയാണ്. അപ്പോൾ അതിനെ ബ്രോഡായിട്ട് നല്ല 4 വിധത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാ. ഒന്നും സെപ്പറേറ്റ് എന്ന് പറയാനില്ല. എല്ലാം കണക്റ്റഡാ. ഓരോ യോഗത്തിൽ എല്ലാത്തിലും എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രൊഡോമിനൻസ്, അതിൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവം പറഞ്ഞതാ. ചിലർ കർമ്മത്തിൽ കൂടെ, ചിലർ ഇപ്പം നമ്മൾ ഈ പറയുന്നതല്ല, ഇത് ജ്ഞാനയോഗത്തിന്റെ പാർട്ടാണ്. കാരണം ഈ അറിവിനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് ഉറപ്പിക്കുകയാണ്. അതാണ് ജ്ഞാനയോഗം. വിശകലനം ചെയ്ത് ഉറപ്പിക്കുകയാണ്. കർമ്മയോഗത്തിൽ ചിലർ കർമ്മയോഗികളാണ്. കർമ്മത്തിൽ കൂടെ സമർപ്പണ ബുദ്ധി, കർമ്മം ചെയ്യുക. ഞാനെന്ന ഭാവത്തിലല്ല, കർമ്മത്തിൽ കൂടെ ഈ ഇതിലോട്ട് വരാം, ഈശ്വരനിലോട്ട് വരാം, ഈ ജ്ഞാനത്തിലോട്ട് വരാം. ഭക്തിമാർഗം അതും ഇതുപോലെ അവര് കർമ്മയോഗികളല്ല. അവർ ഏതും ജീവിതം തന്നെ ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഈശ്വരൻ. നമ്മളിപ്പോൾ കാണുന്ന ഭക്തിയല്ല. അമ്പലത്തിൽ കാണുന്ന നമ്മൾ അതെന്തുവാ? കച്ചവട ഭക്തിയാണ്. നമ്മൾ ഭഗവാൻ ഇത്രയും കൊടുത്തു, എനിക്കിത് സാധിച്ചു തരണം, ബ്രൈബ് ചെയ്ത് നമ്മൾ കച്ചവടം ചെയ്യുക. അപ്പോൾ ആ ഭക്തിയല്ല ഇത്. സമർപ്പണം വെച്ചാൽ ടോട്ടൽ ജീവിതമേ സറണ്ടർ ചെയ്തിരിക്കുന്നു. സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന എത്രയോ, അത് അപൂർവമായി ഇപ്പൊ കാണാനില്ല. ഒരു കാലത്ത് പൂന്താനം, നാരായണ ഭട്ടതിരി, ഇങ്ങനെ ഓരോരുത്തരും മീര, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് ഭക്തിയോഗം. പിന്നൊന്ന് ഹഠയോഗം, യോഗികൾ, ദറ്റ് ഈസ് ആസനം. ആ യോഗാസനത്തിൽ കൂടെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഇതിൽ കൂടെ ഇത് 3 അറിവിന്റെ തലത്തിലൂടെ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് ഓരോ മാർഗങ്ങൾ. പക്ഷെ ഇതിനെ കൂടെ എല്ലാം പോയാലും ഇതെല്ലാം ജ്ഞാനത്തിനെ അറിഞ്ഞ് ഏത് പാതയിൽ കൂടെ പോയാലും ജ്ഞാനം ഉണ്ടാകണം, അനുഭവം ഉണ്ടാവണം. ഇതെല്ലാം അറിവ് സംശീകരിച്ചു പോകുന്നു. പല പ്രോസസ്സിൽ കൂടെ ഞാൻ എത്തിച്ചേരേണ്ടത് ആ ജ്ഞാനത്തിൽ കൂടെ. ജ്ഞാനം മീൻസ് ഈ ഈശ്വരനുമായിട്ടുള്ള അലൈൻമെന്റ്. ജ്ഞാനം സിദ്ധിക്കണം. ജ്ഞാനത്തിൽ കൂടാണ് യോഗം. ജ്ഞാനം സിദ്ധിച്ചാൽ നെക്സ്റ്റ് അലൈൻമെന്റ് ആ പരമാത്മ ചൈതന്യത്തിൽ. ഈ സമചിത്തമായ മനസ്സ് ജ്ഞാനത്തിലാവും. ആ സമചിത്തമായ മനസ്സിന് ജ്ഞാനത്തിൽ നിന്ന് പരമാത്മാവിലേക്ക്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഓരോ ഇതെല്ലാം പഠിക്കുന്നത്.
നമ്മള് ഇതെല്ലാം അറിവിന്റെ തലത്തിൽ പഠിക്കുന്നു. ഈ അറിവിന്റെ തലത്തിൽ അറിവിനെ ഗ്രഹിച്ചാൽ മാത്രം പോരാ, ഇതിനെ സ്വാംശീകരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ പ്രവൃത്തിയിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സാധിച്ച് ചെയ്യാന്ന് വിചാരിക്കരുത്. രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നവരെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ. ഈ ഓരോ ജീവിതത്തിലെ ഓരോ ചെറിയ കർമ്മങ്ങളും ഞാൻ ഏത് വിധത്തിൽ ചെയ്യണമെന്ന് കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഗീതയെ കൂടെ, ഗീത എന്ന് പറഞ്ഞാൽ ഈ സാങ്യോഗമാണ് ഈ ഇതിന്റെ ഒരു ടോട്ടൽ എസൻസ് എന്ന് പറയാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും. സാങ്യോഗം ടോട്ടൽ, നമ്മൾ ഈ പറയുന്ന എല്ലാം ബേസിക്സ് ഇതാണെങ്കിലും ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ബാക്കിയല്ല. ഈ ഒറ്റ പ്രിൻസിപ്പിളാണ് എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത്, എല്ലാ ഉപനിഷത്തുകളിലും. വേറൊരു പ്രിൻസിപ്പിൾ ഇല്ല. ജീവാത്മ പരമാത്മ ഐക്യം. ഞാനൊരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിനെ എത്തിച്ചേരേണ്ടത് പരമാത്മാവിലോട്ടാണ്. അപ്പൊ ഈ ജീവാത്മാവിൽ വാസനയിലുള്ള പരമാത്മാവിനെ പറയുന്നതാണ് ജീവാത്മാവ്. വാസനാബദ്ധനായ പരമാത്മാവാണ് ജീവാത്മാവ്. വാസനയിൽ അധിഷ്ഠിതമായ പരമാത്മാവാണ് ജീവാത്മാവ്. വാസന മാറിയാലോ പരമാത്മാവ്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. ഇപ്പൊ നമ്മൾ ഈ ജീവാത്മാവെന്നും കേട്ടിട്ടുണ്ട്, പരമാത്മാവെന്നും കേട്ടിട്ടുണ്ട്, കുറെ ആത്മാവ് ആത്മാവ്. പക്ഷെ ഇത് എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക. എപ്പോഴും നമ്മുടെ ഏത് ചെറിയ ഞാൻ ഈശ്വരനാണ്, ഈശ്വരന്റെ അംശമാണെന്ന് പറഞ്ഞുള്ള രീതിയിലേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാവൂ. അല്ലെങ്കിൽ പറഞ്ഞു, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ചായ ഇടുന്നത് പോലും പിന്നെ വേണോ ബാക്കിയുള്ള കർമ്മങ്ങളെ പറയാൻ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മനസ്സിനെ റിഫൈൻ ചെയ്യാൻ പഠിക്കണം. എൻ്റെ കർമ്മത്തിനെ റിഫൈൻ ചെയ്യാൻ പഠിക്കണം. ആദ്യം എൻ്റെ ഭാവം മാറണം. ഭാവം മാറിയാൽ അതിനനുസരിച്ച് കർമ്മത്തിന്റെ ഭാവവും മാറും. അപ്പോൾ എനിക്ക് ആ സ്വസ്ഥത, എനിക്ക് ആ ഇതിലോട്ട് ഞാൻ അടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. നമ്മുടെ അനുഭവമായിട്ട് മാറും ഇത്. അല്ലാതെ ഈ ഗീതയെല്ലാം ഞാൻ ഈ ശ്ലോകങ്ങളെല്ലാം പഠിച്ച് അർത്ഥമെല്ലാം അറിയാം, ഒരു കാര്യവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ ഈ ഗീതയിൽ നല്ല അറിവുള്ള ഒരു അമ്മൂമ്മയായിരുന്നു. നമുക്ക് അതിശയം തോന്നി. ഓരോ ഇതെല്ലാം ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് കുടുംബക്ഷേത്രത്തിൽ അമ്മൂമ്മ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മൂമ്മ ഇപ്പൊ കുടുംബക്ഷേത്രത്തിൽ പോകാറില്ലയോ? അന്നേരം അമ്മൂമ്മ പറഞ്ഞ ഒരു ആൻസർ ഉണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന നിനക്ക് നിന്റെ സന്തതികൾക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് തന്ന വസ്തുക്കള് എൻ്റെ വേറെ ബ്രദർ കയ്യേറി അവൻ തന്നിട്ടില്ല. എൻ്റെ കുടുംബദേവത അത് വാങ്ങിച്ചു തരട്ടെ, എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോവാന്ന്. ആ അമ്മൂമ്മയ്ക്ക് വയസ്സ് 90. ഗീതയെ നല്ലപോലെ അറിയാം. പക്ഷെ അമ്മൂമ്മ എന്നോട് പറഞ്ഞതാ, എൻ്റെ ആ കുടുംബദേവത എനിക്ക് ആ വസ്തുക്കളെല്ലാം വാങ്ങിച്ചു തരട്ടെ, എന്നിട്ട് ഞാൻ ആ കുടുംബക്ഷേത്രത്തിൽ പോവാന്ന് പറയുന്നു. അപ്പൊ ഗീത പഠിച്ചിട്ട് എന്താണ് പ്രയോജനം? ഗീത ഒരു അറിവിന്റെ തലത്തിൽ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നമ്മളെല്ലാം അഹന്താ മമതയിൽ ഇരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഈ അറിവിനെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പറയാം, പറഞ്ഞാലേ ഇത് ഉറയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങണം. അത് ഒരു ധൃതിയുമില്ല. വേറെ ആരും സംസാരിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. ഇത് ഗീത ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവരവരുടെ മനസ്സ് വിചാരിക്കാതെ ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് ഗീത പഠിക്കാം. നിങ്ങൾ ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഇതിന്റെ ഗീത ചാൻഡിങ് നമുക്കൊരു സെപ്പറേറ്റ് ഇതാണ്. എനിക്ക് അതിനകത്ത് വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. ഗീത എന്തെങ്കിലും യൂട്യൂബിൽ കൂടെ വല്ല ഗീതയുടെ ആ പ്രൊനൗൺസിയേഷൻ ഒരു ഋതമുണ്ട്. എല്ലാ ഇതും ആ ഋതം മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമ്മളെ ഈ ലൈൻസ് സംസ്കൃത വേർഡുകളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ആ ഋതത്തിൽ ചാൻഡ് ചെയ്യാം. അതൊരു മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിന്റെ കണ്ടന്റിനെ നമ്മൾ ചിന്മയാനന്ദ സ്വാമി എഴുതിയതോ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ചിന്മയാനന്ദ സ്വാമി ഇതിനെ വായിച്ച് ഉൾക്കൊള്ളുക, അർത്ഥം കാണാതെ പഠിക്കണ്ട. ഈ പറഞ്ഞത് തന്നെ നിരന്തരം ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു കാര്യവും അറിയേണ്ട കാര്യമില്ല. ഇതിനെ നിരന്തരം ചിന്തിച്ചാൽ തന്നെ മാറ്റങ്ങളുണ്ടാവും. അതെൻ്റെ അനുഭവം കൂടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു. ഒരു സമയത്ത് ജ്യോത്സ്യരുടെയൊക്കെ പോയി അമ്പലത്തിൽ പോയി നീരാഞ്ജനം ചെയ്തും നീരാഞ്ജനം ഒരാഴ്ച വിട്ടുപോയാൽ പേടിയാ. ശാസ്താവ് കോപിക്കൂ, ശനീശ്വരൻ എന്തോ ദോഷങ്ങൾ വരൂ. നമ്മൾ ഈശ്വരനെ പേടിയാ. നമുക്ക് ഈശ്വരനുള്ള സ്നേഹമല്ല.
പക്ഷെ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ കർമ്മത്തിനെയാണ്.